റഷ്യയിൽ ക്രാഷെനിന്നിക്കോവ് അഗ്നിപർവ്വതത്തിൽ 600 വർഷത്തിനിടെ ഇതാദ്യമായി സ്ഫോടനം രേഖപ്പെടുത്തി. കംചത്ക പ്രവിശ്യയിലെ അടിയന്തര സാഹചര്യ മന്ത്രാലയം പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടനം ബുധനാഴ്ച റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂചലനത്തിന്റെ അനന്തരഫലമാകാമെന്നാണ് റിപ്പോർട്ട്. അഗ്നിപർവ്വതത്തിൽ നിന്ന് 6000 മീറ്റർ വരെ ഉയരത്തിൽ ചാരം പുറന്തള്ളിയതായി മന്ത്രാലയം അറിയിച്ചു. ഇതിനെ തുടർന്ന് മേഖലയിൽ ഓറഞ്ച് വ്യോമയാന അപകട സിഗ്നൽ നൽകിയിരിക്കുകയാണ്. നേപ്പാളിലെ അംലേഖ് ഗഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദക്ഷിണേഷ്യയിലെ ആദ്യ അതിർത്തി കടന്നുള്ള പെട്രോളിയം പൈപ്പ് ലൈൻ പദ്ധതി ഇന്ത്യയിലെ മോത്തിഹാരിയും നേപ്പാളിലെ അംലേഖ് ഗഞ്ചുമായി ബന്ധിപ്പിച്ചുള്ളതാണ്. 3 മാസക്കാലം പെട്രോളിയം സംഭരിക്കാവുന്ന സംഭരണ കേന്ദ്രവും 2ാം ഘട്ടത്തിൽ നിർമ്മിക്കും. ജോർദാൻ, ഈജിപ്ത്, ജർമ്മനി, UAE, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയിലേക്ക് വിമാനമാർഗം ഭക്ഷണ പൊതികൾ വിതരണം നടത്തി. 126 പൊതികൾ നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ സേന റിപ്പോർട്ട് ചെയ്തു. ജോർദാൻ സായുധസേന ഭക്ഷണവും പാൽപ്പൊടിയും ഉൾപ്പെടെ 57 ടൺ സഹായം ഗാസയിലെത്തിച്ചു. ഇതോടെ കഴിഞ്ഞയാഴ്ച ഗാസയിൽ ലഭ്യമായ അടിയന്തര സഹായം 148 ടണ്ണായി. അതിനിടെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 24 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ചിലിയിലെ എൽ ടിനിയന്റ് ചെമ്പ് ഖനിയിൽ അപകടത്തിൽ 2 പേർ മരിച്ചു. ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്ന 5 തൊഴിലാളികൾക്കായി നടത്തിയ തെരച്ചിലിനിടെ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മരണസംഖ്യ സ്ഥിരീകരിച്ചത്. സാന്റിയാഗോയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ തെക്ക് റാങ്കാഗുവയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ചെമ്പ് ഖനിയിൽ 900 മീറ്ററിലധികം താഴ്ചയിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. റഷ്യൻ നഗരമായ സോച്ചിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ എണ്ണ ഡിപ്പോയ്ക്ക് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. 2000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കിനാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി യുക്രൈനിൽ നിന്നുള്ള 93ഓളം ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ യുക്രൈൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല.